കള്ളന് മാനസാന്തരം വന്നു. മോഷ്ടിച്ച 10 പവനും 90,000 രൂപയും തിരികെ കൊടുത്തു. സംഭവം ആലത്തൂരാണ്, പാലക്കാട്. കഴിഞ്ഞ മാർച്ച് 31 പഴമ്പാലക്കോട് ചേരിക്കൽ പാനത്ത് വീട്ടിലെ PK ജോജി വീട്ടിൽ നിന്ന് വീട് പൂട്ടിയിട്ട് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ തന്നെയുള്ള വീട്ടിലെ ചെരുപ്പിനകത്ത് താക്കോല് വെച്ചിട്ട് പള്ളിയിൽ പോയി ഭാര്യ ജിജിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നീട് വീട് പരിശോധിച്ചപ്പോഴാണ് വീട്ടിലുണ്ടായിരുന്ന 10 പവനും 90,000 രൂപയും മോഷണം പോയതായി കണ്ടത്. ആലത്തൂർ പോലീസിനെ ഉടൻ തന്നെ വിവരം അറിയിച്ചു. പോലീസെല്ലാം വന്നു. ആ വീട്ടിൽ നിന്നിറങ്ങി പള്ളി വരെ പോയി ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്ന സമയത്തിനിടയ്ക്ക് മോഷണം പോയിരിക്കുന്നു. അപ്പോൾ ഇത് ആരോ അറിയാവുന്ന തൊട്ടടുത്ത ആരോ ബന്ധുക്കളോ അയൽവാസികളോ കാഷ്വലായിട്ട് ചിലപ്പോൾ അവിടെ ഇവരിറങ്ങി പോകുന്ന സമയത്ത് വന്നതായി ഇത് ദൂരെ നിന്ന് കണ്ട ഒരാളോ ആകാം. ഏതായാലും വീട് പൂട്ടിയിട്ട് താക്കോല് ഷൂവിനകത്താണ് വെച്ച്, സിറ്റ് ഔട്ടിൽ, വെളിയിലല്ല, സിറ്റ് ഔട്ടിൽ. അരമണിക്കൂറിനകം തിരിച്ചു വന്നിട്ടുണ്ടാവണം. ആ കൃത്യസമയത്തിനിടയ്ക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയി. ആലത്തൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം അന്വേഷണം നടന്നു. കള്ളന്മാരെയൊക്കെ തപ്പിക്കൊണ്ട് നടക്കുന്നതിനിടയ്ക്ക് ഒരു 12 ദിവസം കഴിഞ്ഞ് 12/4/2026 വീടിൻ്റെ മുൻവശത്തെ കിണറിൻ്റെ അടുത്തൊരു പൊതി കിടക്കുന്നു. ഒരു പെറിയ പെട്ടിയാണ് കടലാസിൻ്റെ. ഏതായാലും പോയി തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് 10 പവൻ്റെ സ്വർണവും ഉണ്ട്, 90,000 രൂപയും ഉണ്ട്. തിരിച്ചു കിട്ടി. മോഷ്ടിച്ചത് പ്രൊഫഷണൽ കള്ളനായിരിക്കാൻ സാധ്യതയില്ല, കാഷ്വലായിട്ടുള്ളൊരു കള്ളനായിരിക്കാം. എന്തോ പിടി വീഴാൻ സാധ്യതയുണ്ട് എന്നും തോന്നിക്കാണ്ടാവും. എന്നാൽ തിരിച്ചു കൊടുത്തേക്കാമെന്ന് കരുതി ഒരു പെട്ടിക്കകത്ത്, ചെറിയൊരു പെട്ടിക്കകത്ത്, കടലാസിൻ്റെ പെട്ടിക്കകത്ത് ഇതും വെച്ചു കിണറിൻ്റെ അവിടെ കൊണ്ട് വെച്ചു. രാത്രിയിലായിരിക്കാം വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയെങ്കിലോ എന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അയാൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. അയാൾക്കത് വാച്ച് ചെയ്യാൻ ഉള്ള ദൂരത്ത് തന്നെ ആളുണ്ടാവും. അല്ലെങ്കിൽ എത്ര ധൈര്യസമേത ആ കിണറിനോടെ വെച്ച് വേറൊരുത്തൻ അടിച്ചുകൊണ്ട് പോയല്ലോ. ഇയാൾക്കും ഉപയോഗിക്കത്തില്ല, വേറൊരു കള്ളനെ അത് കൊണ്ടുപോകും. ആ വീട്ടുകാർക്ക് യഥാർത്ഥത്തിൽ അത് നഷ്ടമാവുകയും ചെയ്യും. ഏതായാലും പോലീസ് വന്നു. ആ പെട്ടിയൊക്കെ ഡോസ് കോഡുമൊക്കെ വന്ന് മണത്ത് നോക്കി. ഒരു പ്രയോജനം ഉണ്ടായില്ല. പോലീസ് ഈ കണ്ടെടുത്ത സ്വർണം മഹസർ എഴുതി അത് കോടതിയിൽ ഹാജരാക്കി. കേസ് ഇനി പ്രതിയെ പിടിക്കുന്ന സമയത്ത് അത് ചിലപ്പം കുറ്റച്ചാർജ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അൺഡിക്റ്റഡ് ആവും, കേസ് തെളിയാതെ വരും. അങ്ങനെ വരുന്ന അൺഡിക്റ്റഡാക്കി പോലീസ് ഇത് കുറവ് ചെയ്യുന്നെങ്കിൽ ആ സ്വർണവും ആ 90,000 രൂപയും ഈ പാനത്ത് വീട്ടിലെ PK ജോയിക്ക് ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ രസകരമായ കാര്യങ്ങളാണ് പലയിടത്തും നടക്കുന്നത്. ഏതായാലും സ്വർണവും പണവും കണ്ട ഏത് രാഷ്ട്രീയക്കാരനും എടുക്കുന്ന ഒരു സ്വഭാവം കേരളത്തിലുണ്ട്. അത് വീട്ടിലായാലും ശരി, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലായാലും എവിടെ വെച്ചാലും എടുക്കും. സ്വർണവും പണവും നമുക്ക് അത് തടയാൻ പറ്റില്ല. അത് ആവശ്യമില്ലാതെ ഒരു പ്രേരണ ഇങ്ങ് വന്ന് ചാടും ഇത് കണ്ട ഉടനെ. പിന്നെ അത് എടുത്തില്ലേ നമുക്ക് ഉറക്കം വരില്ല. അങ്ങനെയാണ് ഇപ്പം മലയാളികളുടെ പൊതു സ്വഭാവം. കാരണം ശബരിമലയിലെ നമ്മൾ കണ്ടല്ലോ, കണ്ടവനല്ലേ അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി. പിന്നെ വലിയ ശിക്ഷയൊന്നും കിട്ടില്ല എന്നൊക്കെ എല്ലാവരുടെയും ധാരണ. ഏതായാലും ഇത് മോഷ്ടിച്ച ആൾക്ക് തോന്നിക്കാണും പിടി വീഴും, അത് ചിലപ്പം അയാൾക്ക് പരിക്കേൽക്കും. വിവരമുള്ളവനോ അല്ലെങ്കിൽ അന്തസ്സുള്ളവനോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തുള്ള സാമാന്യം സ്റ്റാറ്റസ് ഉള്ള ഒരാളായിരിക്കാം ഇതെടുത്തത്. കള്ളനല്ല. കള്ള സ്വഭാവം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കള്ളനല്ല അയാൾ. അതുപോലെ തന്നെ എറണാകുളത്ത് തൃക്കാക്കരയിലെ ഒരു എക്സ്പോർട്ട് സ്ഥാപനത്തിൽ നിന്ന് 20 ലക്ഷം രൂപ പോയി. അത് കവർന്നെടുത്ത് ബംഗാൾ സ്വദേശികളായ 3 പേരാണെന്ന് ലൊക്കേറ്റ് ചെയ്തു. കണ്ടെത്തി അവന്മാരെ 3 പേരെ പിടിച്ചു. ആ പിടുത്തമാണ് പോലീസിൻ്റെ ക്ലാസിക്കലായത്. അവിടെയാണ് അതിൻ്റെ രസകരമായ കാര്യത്തിലോട്ട്. കാരണം പ്രശാന്ത് സർക്കാരും റഫീഖുൽ മുൻസിയും രാഹുൽ പണ്ഡിറ്റും എന്നിവരെ ആണ് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്ത്. പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എത്ര സാഹസികമായിട്ടാണ് ഈ 3 പേരെ ബംഗാളുകാരെ കണ്ടെത്തിയതവർ. അവരുടെ മൊബൈൽ ഫോണൊക്കെ ട്രാക്ക് ചെയ്തായിരിക്കും. ഒന്നാം പ്രതി അവൻ ഒളിച്ചത് ആണ് ഏറ്റവും രസം. ആൻഡമാൻ നിക്കോബറിൽ പോയി, വനത്തിനകത്തോട്ട് പോയി. അവിടെ ചെന്ന് പിടിക്കാൻ വലിയ പാടാണ്. ആൻഡമാൻ നിക്കോബറിൽ അതുപോലെ ഐലൻഡിൻ്റെ തിക്ക് ഫോറസ്റ്റാണ്. ആ തിക്ക് ഫോറസ്റ്റിനകത്ത്
ഇയാൾ മൊബൈൽ ഏതായാലും അവന് ഓൺ ചെയ്തിരിക്കാം. അതിനകത്ത് ഏകദേശം 300 കിലോമീറ്റർ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നു. ആ ഡിഗിലിപ്പൂർ, ആൻഡമാൻ ദ്വീപിലെ ഡിഗിലിപ്പൂർ എന്ന് പറഞ്ഞ ഒരു ദ്വീപിൽ നിന്നാണ് ഇവൻ ഒളിച്ചത്. 300 കിലോമീറ്റർ അവിടെ ചെന്ന് ഇറങ്ങിയ ഉള്ളിലോട്ട് പോകണം. ഇത് മധുപൂർ എന്ന സ്ഥലത്ത് നിന്ന് ആണ് തൃക്കാക്കരയിലെ SI അനസും ശംഖുവും വനത്തിനകത്തൂടെ സഞ്ചരിച്ച് ഇവനെ ലൊക്കേറ്റ് ചെയ്ത് അവനെ പിടിച്ചുകൊണ്ട് വന്നു. വളരെ നല്ല പ്രവൃത്തിയല്ലേ പോലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അനസിനെയും തൃക്കാക്കരയിലെ SI അനസിനെ, ആ ടീമിനെ മൊത്തം അഭിനന്ദിക്കുന്നത് ഞാൻ. അതുപോലെ രണ്ടാം പ്രതി റഫീഖുൽ മുൻസി, അവനെ ഗുജറാത്തിൽ നിന്ന് പിടിച്ചു. ഗുജറാത്തിൽ സൂറത്തിൽ നിന്ന് ആണ് പിടികൂടിയത്. ഫോൺ പോലും ഉപയോഗിക്കാതെ ഒളിച്ച് താമസിക്കുകയായിരുന്നു. കാരണം പിടി വീഴുന്ന അമ്മമാർക്ക് തോന്നിക്കാണും. അതുകൊണ്ടാണ് ഗുജറാത്തിൽ പോയി അയാൾ, നമുക്കറിയാം പേള് ഒക്കെ പോളിഷ് ചെയ്യുന്ന, കൂടുതലും പോളിഷ് ചെയ്യുന്ന, കട്ട് ചെയ്യുന്നൊക്കെ സ്ഥലങ്ങളാണ്. അവിടെ ഇവിടെയൊക്കെ പോയി ഇവൻ ജോലി ചെയ്തിരിക്കാം. ഫോൺ ഉപയോഗിക്കത്തില്ല. പക്ഷെ ഫോണില്ലാത്ത സ്ഥലത്തും തൃക്കാക്കര പോലീസ് എത്തി പിടികൂടി എന്നുള്ളതാണ്. മറ്റൊരാൾ രാഹുൽ പണ്ഡിറ്റ് എന്ന ആളാണ്. അയാൾ ബംഗാളിയാണ്. കൽക്കട്ടയിലെ ക്രിമിനൽ സംഘത്തിൻ്റെ ഒപ്പത്തിൽ നിന്നാണ് ഈ തൃക്കാക്കര ടീം അയാളെയും പിടിച്ചത്. നല്ല ക്ലാസിക് ഡിറ്റക്ഷനാണ്. പണ്ടൊക്കെ നമ്മളൊക്കെ സർവീസ് ഇരിക്കുമ്പോൾ കേരളത്തിന് വെളിയിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ഗവൺമെൻറ് സാങ്ഷനും ഡിപ്പാർട്ട്മെൻറ്റ് സാങ്ഷനൊക്കെ വേണം കേരളത്തിൽ നിന്ന് വെളിയിൽ അന്വേഷണത്തിന് പോകാൻ. ഇപ്പോൾ അപ്പോൾ തന്നെ കൊടുക്കും. ഇന്ത്യ മുഴുവൻ ഒരൊറ്റ സ്റ്റേറ്റായിട്ട് വന്നു നമുക്ക് തോന്നും. എവിടെ വേണമെങ്കിലും കേരള പോലീസ് പോകും. ഞാനതുകൊണ്ട് നേരത്തെ മുതൽ പറയുന്നത്, വിദേശത്ത് പോകാനും ദുബായ്, അബുദാബിയിലൊക്കെ നിത്യം ഇവിടുന്ന് ആൾക്കാർ പോവുകയാണ്. അവിടെയും ഇവിടുത്തെ കള്ളന്മാരുണ്ട്. അവിടെയും പിടിക്കാനായിട്ട് കേരള പോലീസിനെ അയക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ റെസ്ട്രിക്ഷൻ ഒന്നും പാടില്ല. ദുബായിലും അബുദാബിയിലൊക്കെ വലിയ എക്സ്പെൻസും വരുന്നതല്ല. പല കള്ളന്മാരും അവിടെ നല്ല രീതിയിൽ അവിടെ വലിയ രമ്യഹർമ്മങ്ങളൊക്കെ വെച്ച് താമസിക്കുന്നുണ്ട്. നമുക്ക് അവിടെയും കൂടെ പോലീസിന് പോകാനൊരു അനുവാദം DGPയും ഗവൺമെൻറ്റും കൊടുക്കണം. കൃത്യമായിട്ട് പോയി അവന്മാരെ ഇവിടെ തൂക്കണം. കാരണം ഇവിടുന്ന് വലിയ മോഷണവും കൊലപാതകവും പണമൊക്കെ മോട്ടിച്ചിട്ട് നേരെ അബുദാബി, ദുബായ്, ഗൾഫ് കൺട്രിയിൽ അവിടെയൊക്കെ അങ്ങ് പോയി സുഖമായിട്ട് താമസിക്കുകയാണ്. അതിനർത്ഥം വേറൊരു രാജ്യത്ത് ഇങ്ങനെ ഈസി ആയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പോലീസിൻ്റെ മേലധികാരികൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഈ ക്ലാസ് തൃക്കാക്കര അവർ ഇന്ത്യ മുഴുവൻ അവർ എവിടെ വേണേലും വളരെ ക്വിക്കായിട്ട് പോലീസ് പോകുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് തൃക്കാക്കര പോലീസിനെ ഒരിക്കൽ കൂടെ അഭിനന്ദിക്കാൻ എനിക്ക് തോന്നുന്നത്. എന്തായാലും പോലീസിൻ്റെ ഈ ഡിറ്റക്ഷൻ, ഈ ഇപ്പോഴത്തെ തൃക്കാക്കര അത് ക്ലാസിക് ഡിറ്റക്ഷൻ എന്ന് ഞാൻ പറയും. മറ്റൊന്ന്, ആ ആളെ ആലത്തൂർ പോലീസ് ആ മാന്യനെ ഒന്ന് കണ്ടുപിടിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക്. കാരണം തിരിച്ചു ശിക്ഷിക്കുകയൊന്നും വേണ്ട, എങ്കിലും കണ്ടെത്തണം. കാരണം ഇതുപോലെ അരമണിക്കൂറിനുള്ളിൽ സഡനായിട്ട് മോഷ്ടിച്ച് എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടല്ലോ. അയാൾ അത് നിർത്തുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തോ ഇവരോട് അടുപ്പോ അല്ലെങ്കിൽ ഇവരോട് ഒരു സ്നേഹമോ ബഹുമാനമോ ഒക്കെ തോന്നി, അല്ല ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഇതൊക്കെ കണക്കെടുത്തിട്ട് തിരികെ കൊണ്ടു വെച്ചു. നല്ല കാര്യം.